ചെന്നൈ. മല്ലു പൊട്ടിട്ടോ യെസ്. അല്ലേ? ഫൈനലി എനിക്ക് കിട്ടി. ഹായ്. ഹലോ. ഇതെന്താ ചെന്നൈയില്? എന്താ ചെന്നൈയില്? ഞാൻ ചെന്നൈയിലായോണ്ട്. അത് ശരി. ഓക്കെ ഓക്കെ. എന്താണ് പരിപാടി? ഇതിന്റെ ഉള്ളില് പണിയെടുക്കുന്നതിന്റെ എന്താ പഠിച്ചോണ്ടിരിക്കാണോ? പ്രസന്റേഷൻ ഉണ്ടാക്കുന്നതിന്റെ ഇടയില് ബോറടിക്കൂലേ നമുക്ക് ഇരുന്ന് ചെയ്യുമ്പോ. ബോറടി മാറ്റാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അതെ, ബോറടി മതിയോളും ബാക്കിയുള്ളവർ വർത്താനം പറഞ്ഞ ബോറടി മാറ്റണം. ഞാൻ കൊറേ നാള് നിങ്ങളെ തപ്പിട്ട് ഞാൻ കേറിയത്. ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഏതാ? വന്നല്ലോ ഡെഡ്പൂൾ. എനിക്ക് മറ്റേ ഇത് ചെയ്യോ, ഹാരി പോട്ടറിന്റെ എന്തോല്ലേ? ഹാരി പോട്ടറിന്റെ ആണോ? ഫിൽട്ടർ ചെയ്ത് ഇതാ നൈസ്. ഞാന് നിങ്ങളെ തപ്പി കേറിയിട്ട് നിങ്ങളൊരു ചെങ്ങായിയുടെ മറ്റേ ബേസിൽ ജോസഫിനെ പോലെ കാണാനുള്ള ഒരു ചെങ്ങായി ഉണ്ടായിരുന്നില്ലേ? ആ ചെങ്ങായിനെ എനിക്ക് പിറ്റേ ദിവസം കിട്ടി. അന്ന് ഞങ്ങൾ ഇതുപോലെ സംസാരിച്ചു. കാര്യം തന്നെയാ പറഞ്ഞോണ്ടിരുന്നേ. ഡയലോഗുകളൊക്കെ അടിപൊളി കേട്ടോ. കിഴങ്ങനായി ജീവിക്കുന്നു, എന്ത് ചെയ്യാനാ, കിഴങ്ങനായി ജീവിക്കുന്നു. കേട്ട് കേട്ട് പഠിച്ചതാ. കേറുമ്പോ എല്ലാരും കിഴങ്ങെന്ന് വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് ഏറ്റെടുത്തു. യെസ്, ഐ ആം എ കിഴങ്ങൻ. സിംപ്ലി പ്രൗഡ്ലി കിഴങ്ങൻ. What can I do? I am a കിഴങ്ങൻ. കഷ്ടം. എങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ ഒലിച്ചു പോണില്ലേ അവിടെ? മാജിക് ഓടിച്ചല്ലോ. മാജിക് ഓടിച്ച പിന്നെ ഒരു പ്രശ്നമില്ല, ആൾക്കാരൊക്കെ പറത്താൻ പറ്റും. അതെ മഗിൾസ്. വേറെ എന്തെങ്കിലും ഉണ്ടാക്കുമല്ലോ അങ്ങനെ? എന്തോ സൗണ്ട് ഉണ്ടാക്കില്ലേ? എന്റെ വീഡിയോ കുറെ ഫാൻ ഫോളോയിങ് ആണല്ലോ. അച്ഛടാ കുച്ചി 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 കുച്ചി. ഡ്രാഗൺ കുട്ടിയൊന്നും തോന്നുന്നില്ല. മറ്റേ കുഞ്ഞു മക്കളൊക്കെ ഇതുപോലത്തെ ഡ്രസ് സ്വെറ്റർ അടിപ്പിച്ച പോലെ ഉണ്ടല്ലേ? പോയി കണക്ഷൻ പോയി. പോയോ? അയ്യോ ഇല്ലില്ല, പോയില്ല. കേട്ടാ നിങ്ങൾ ഇതന്നെയാ പണി? ഇതന്നെയാണോ പണി? ഫുൾ ടൈം കിഴങ്ങൻ. പാർട്ട് ടൈം ജോലിക്കൊന്നും പോകില്ലല്ലേ? ഫുൾ ടൈം കിഴങ്ങനായിട്ട് ജീവിക്കുന്നു. ബെറ്റർ. പാർട്ട് ടൈം പോലെ ജോലിക്ക് ഡിപ്രഷൻ ആവും. ഇതാവുമ്പോ തെറിവിളിയും കേട്ട് ഇവിടെ തന്നെ ഡിപ്രഷൻ അടിക്കാമല്ലോ. വേറെ സ്ഥലത്ത് ഡിപ്രഷൻ അടിക്കണ്ടല്ലോ. അത് നല്ല, അതൊരു നല്ലൊരു തീരുമാനമാണ്. PhD ചെയ്യാ. My God, doctor. ഭാവി ഡോക്ടർ. ഞാന് ഒരു ഇൻഫെക്ഷനില് പാരസൈറ്റുമായിട്ട് വർക്ക് ചെയ്യാം. സൂക്ഷിച്ചിരുന്നു. ഇനി ആ പാരസൈറ്റ് ഉരുളക്കിഴങ്ങിന്റെ പുറത്തു കൂടി ബാക്കിയുള്ളവർക്ക് വരാണ്ടിരിക്കാൻ. ഞാൻ മനസ്സമാധാനമായിട്ട് മനുഷ്യരെ പറ്റി ജീവിച്ചോണ്ടിരിക്കുക. എനിക്ക് അപ്പോൾ ചെന്നൈയിലാണ്. ഇടയ്ക്കൊന്ന് വരുന്നോ? ഇവിടുത്തെ മണ്ണിന് എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. വേണ്ട, വിശ്വസിക്കാൻ. ചെന്നൈയിലെ മണ്ണില് പൊട്ടറ്റോ ആക്കാൻ നോക്കും ആൾക്കാര്. പറഞ്ഞിട്ടാ വിളിക്കാന്നറിയോ? പൊന്നു പോലെ നോക്കാന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അവിടെ ചെല്ലുമ്പോ ഒന്നില്ലേ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എണ്ണ ചൂടാക്കി. പക്ഷെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ഇപ്പൊ മാഷ്ഡ് പൊട്ടാറ്റോയിലൊക്കെ വരുന്ന ആൾക്കാർ അത്ര അപ്ഡേറ്റഡ് ആയിട്ടില്ല. കണ്ട വിളിച്ചിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോ മാഷ് പൊട്ടാറ്റോയിൽ എത്തിയില്ലേ? പിന്നെ എങ്ങനെയാ നാട് തന്നാവാ? ഒന്നില്ലേ മാഷ് പൊട്ടാറ്റോ, അല്ലെങ്കിൽ പച്ച ലൈസ്, അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ്, അല്ലെങ്കിൽ ഇറച്ചിയിലിടും. പറയാൻ പറ്റില്ല, ഡിപ്പെൻസ്. പക്ഷെ അതല്ല കേട്ടോ, മറ്റേ ഇതുണ്ട് ലേസിന്റെ പൊട്ടാറ്റോ ചിപ്സ് വെച്ചിട്ടുള്ള ചാട്ട്, അടിപൊളിയാ. ആണല്ലേ? താങ്ക്സ്. ഒരു ട്രോമ അഡീഷണലി തന്നതിന് താങ്ക്സ്. ഇത്ര മാത്രല്ല, നിനക്ക് വേറെ വഴികളുണ്ട് മരിക്കാനെന്ന്.
വേണ്ടാട്ടോ. ഇതിടില്ലല്ലോ, ഇല്ലല്ലോ, ഇടണ്ടോ കണ്ടോ? തിളങ്ങ ഇങ്ങനെ കിടന്നിട്ടിങ്ങനെ. വേണ്ട. ഇനി കുറച്ചേരം ഞാൻ ചിരിക്കട്ടെ, എങ്ങനെ ഇനി കുറച്ചേരം ഞാൻ ചിരിക്കട്ടെ. നല്ല ചിരി ഭയങ്കര കണ്ടേജിയസ് ആയിട്ടുള്ള സാധനം ആയിരിക്കും. ഏത്? നിനക്ക് ചിരി തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റാറില്ല എന്നുണ്ടല്ലേ? എനിക്കോ ചെറുതായിട്ട് മനസ്സിലുണ്ട്. ദൈവം ഇടത്തിട്ടോ, എന്നിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ വീട്ടുകാരും നാട്ടുകാരൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇനി സ്വൈര്യം ഉണ്ടാവില്ല. അത് കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ആക്കാം. മിനിമം ഒരു കുറച്ച് 20,000 പേരല്ലേ കാണുള്ളൂ. എന്താ അതിങ്ങനെ? അത് പോരെ, ചെലപ്പോ 1,00,000, ചെലപ്പോ അങ്ങനൊന്നും പറയാം. എന്തുകൊണ്ടോ ട്രോമ തരരുത് എനിക്ക്. ഡിപ്പെൻസ്. ട്രോമ തരുന്നത് ഞാൻ ലീസിന്റെ കാര്യം തിരിച്ചെടുത്തു, ലീസ് ചാട്ടിന്റെ കാര്യം തിരിച്ചെടുത്തു. ഇനി പറയട്ടെ, കണ്ടന്റ് ഓൾറെഡി ആയി. അയ്യോ, ഇന്ന് രാത്രി നല്ല കിഴങ്ങല്ലേ. ഇറങ്ങിയതാ ഞാൻ. എങ്ങനെ? ഇന്ന് രാത്രി ഒരാളെ കൊല്ലാൻ വേണ്ടിട്ട് അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നീ ആയിട്ട് നല്ല കിഴങ്ങല്ലേ. നല്ല അല്ല, നിനക്ക് പറ്റിയത് ഏതാ അറിയോ? ഹാരി പോട്ടർ ഒന്നല്ല. നിനക്ക് പറ്റിയത് ഇത് ലുട്ടാപ്പിന്നും പറയാൻ പറ്റില്ല. ഇതെന്തത് വയറ്റിലെന്താ പറ്റിയ പൊള്ളലിട്ട് ഗ്രില്ലിന്ന് വേണോ? പോലെ 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 സോറി. ഫ്രൈ ചെയ്യ. അയ്യോ അയ്യോ, നോക്കല്ലെങ്കിൽ പേടിയാണ്. ഇത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇങ്ങനെ 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 ചെയ്യാൻ പറ്റുമോ? എന്റെ അയ്യോ, എനിക്ക് പിരികില്ല. പണ്ടെന്നെ ഒരാള് ഉണ്ടായിരുന്ന മീശയിൽ പോയി. വരുണ്ടല്ലേ മീശ. വേറെ ഏതൊരു ഫിൽറ്റർ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ. ആ നറൂട്ടോ, അത് കണ്ടു കഴിഞ്ഞാൽ മറ്റേ പൂച്ചക്ക് ഇവിടെ ഇത് വന്നിട്ട് പൂച്ചന്റെ രോമല്ലേ ഇവിടെ, അതുപോലെ ഉണ്ട്. ഫോക്സിന്റെ ചാക്ര ഉള്ളിലുണ്ട്, അതുകൊണ്ടാ. സോറി, എനിക്ക് ഇതിനെ പറ്റി വലിയ വിവരമില്ല. ഞാൻ കാണാത്തുണ്ട്, കാണാത്തുണ്ട്. എനിക്ക് വലിയ വിവരം, എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. വീട്ടിൽ കുറച്ച് ആൾക്കാരുള്ളത് ഇതൊക്കെ പറയുമ്പോ കേട്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. കുറച്ച് പഠിപ്പിസ്റ്റ് ജീവി ആയതുകൊണ്ടേ പഠിത്തം മാത്രം എനിക്കുള്ളൂ. ഇത് കട്ട് ചെയ്തിട്ട് ഇടണായിരിക്കും വീട്ടുകാർ കേൾക്കാൻ വേണ്ടിട്ട്. വീട്ടുകാർ കേൾക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി വേറെ സെക്ഷൻ. നീ പഠിക്കുന്നതിന്റെ ഇടയിലാണ് കയറി വന്നത്, തുടക്കത്തിൽ തന്നെ ഉണ്ടത്. സോ ഡോണ്ട് വറി, അതിന്റെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഫുള്ള് ഇപ്പൊ ഇത്ര നേരം സംസാരിച്ച ഫുള്ള് നമുക്ക് യൂട്യൂബിൽ ഇടാം. ഒരു 10 മിനിറ്റിന്റെ വീഡിയോ ആക്കിട്ട് ഇടാം. അപ്പൊ സെറ്റായി. പിന്നെ അവർക്ക് മനസ്സിലാവും പഠിച്ചു ഇരിക്കാന്ന്. അങ്ങനെ പാടില്ല. എന്നെക്കാളും നല്ല അടിപൊളി കണ്ടന്റ് കിട്ടും. അപ്പൊ അതിട്ടാ മതി. എന്റെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ അങ്ങനെ ചെയ്യോ? നീ ചെയ്തിട്ടുണ്ട്, പലരോട് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. ഇന്നലെയും കൂടി ഞാനൊരു യൂട്യൂബറെ കണ്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ദൈവം ഇത് ഇടല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ തന്റെ കാര്യം പറഞ്ഞു, ഇങ്ങനെ മല്ലുപൊട്ടൊക്കെ ചെയ്യണ പോലെ ചെയ്യരുത് ട്ടോ എന്ന് പറഞ്ഞു. നോക്കട്ടെ നോക്കട്ടെ, അവിടെ ഒന്നും കാണാൻ പറ്റില്ല, ഒക്കെ ഇരുട്ടല്ലേ. മോളിക്ക് നോക്കിട്ട് ഇപ്പൊ ഒന്നും കാണാൻ പറ്റില്ലല്ലോ, ഒക്കെ ഇരുട്ടല്ലേ. കുറച്ച് വിളിച്ചിട്ടുണ്ട്, കണ്ടില്ലേ പുല്ലൊക്കെ കാണണ്ടില്ലേ. സൂചിച്ചൊക്കെ ഇരുന്ന് ആരെങ്കിലൊക്കെ എന്നെ കുഴിച്ച് എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിലേ. നിനക്ക് ഞാൻ അഡ്രസ് പറഞ്ഞു തരുന്നില്ല. പണ്ടൊരുത്തൻ മണ്ണിന്റെ അടിയിൽ നിന്ന് എടുത്തു നോക്കാൻ പോയ എന്റെ പാടനെ കാണാൻ മണ്ണിന്റെ അടിയില് കേറി മാന്തി കിട്ടാണ്ടായപ്പോ. കാക്കനാടല്ലേ? എറണാകുളത്തല്ലേ? കാക്കനാടല്ലേ? നമുക്കവിടെ മൊത്തം ഒന്ന് ജെസി വെച്ചിട്ട്. അല്ല, ഞാൻ ലൊക്കേഷൻ മാറി. ഇപ്പൊ പൃഥ്വിരാജിന്റെ വീടിന്റെ മണ്ണിന്റെ അടിയില.
അശോ. എല്ലാരും ഞാൻ മറ്റേ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോ പൃഥ്വിരാജ് എന്നും പറഞ്ഞിട്ട് കുറെ എണ്ണം പേരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ആണോ? താമസം എന്ന് പറഞ്ഞു. പിന്നെ പ്രശ്നം കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞു. പാവം പക്ഷെ പൃഥ്വിരാജ്. രസാട്ടെ ഇതിനകത്ത് കേറിയിട്ട് ബാക്കിയുള്ളവർ പ്രത്യേകിച്ച് മലയാളികളെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പറ്റിക്കാൻ നല്ല രസം. നല്ല രസാ. ഇപ്പൊ നടക്കണില്ലേ? ഇപ്പൊ എല്ലാത്തിന്റെ അടുത്ത് അറിയാം. ഇപ്പൊ പിന്നെ നമ്മൾ ലാംഗ്വേജ് ഇങ്ങനെ ഓരോ തവണ മാറ്റി പിടിക്കണം. ഒരു തവണ ഇംഗ്ലീഷ് ആണെങ്കിൽ അടുത്താണ് നമ്മള് ഹിന്ദി, പിന്നെ നമ്മൾ തമിഴ്, ഹിന്ദി അങ്ങനെ പറഞ്ഞാൽ പല മനസ്സിലാവും മലയാളിയാന്ന്. അപ്പോ ഇവരിക്കും അറിയാം, അറിയില്ല. തമിഴാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ തമിഴ് എന്നോട് പറയരുത് എന്ന് പറഞ്ഞു. ഞാൻ ലൈവ് സ്ട്രീമിൽ ഒരു പ്രാവശ്യം തമിഴ് പറഞ്ഞതാ. അപ്പൊ പറഞ്ഞു ഇനി തമിഴ് പറയരുത് എന്ന് പറഞ്ഞു. ഓക്കെ, അത്ര അവസ്ഥയായിരുന്നു. അത്ര നല്ലായിരുന്നു. ഞാൻ മറ്റേ സാധനം പറഞ്ഞു, മാലി നീ അവളവളെ അയ്യോ, ആ ഒരൊറ്റ ഡയലോഗ് തന്നെ ഇതിന്റെ അത് പറയുന്നെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ചെന്നൈന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം വരുന്ന ഡയലോഗ് അതാണ്. സൊല്ലിയാകണം നീ അവളെ ഞാൻ നിങ്ങൾ വേറെ ഏതെങ്കിലും ഡയലോഗ് പറയും. എല്ലാവർക്കും തന്നെ പറയാനുള്ളത്. ഞാൻ അത് പറയാൻ വേണ്ടി വേറെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. Yes, please, potato. Hi. Hi. Would you like a coffee? Yes, I would love to have a cup of coffee. എങ്ങനെ? പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ മതി, ഞാൻ തരില്ല. വേണ്ട, ഞാൻ വാങ്ങിച്ചോണ്ട് ഒഴിച്ചളയും ഞാൻ. നീ കണ്ട എന്നാലും തരില്ല ഞാൻ. ബട്ട് മാലിനി നീ അവളെ You know what, potato? I have to say this to you. I've been waiting to tell you this. You're so cute. And you know, your expressions are so beautiful and amazing, you know. Oh, look at that look. You're like blushing. I can see that you're blushing. You're such a cute, chubby little... അയ്യോ, രക്ഷയില്ലല്ലേ നാട്ടിൽ. ദൈവമേ, എന്റെ കിഴങ്ങ് ദൈവങ്ങളെ, എന്റെ കത്തോണി. അയ്യോ, അയ്യോ, എത്ര പ്രപ്പോസൽ അതുപോലെ കിട്ടിയിട്ടില്ലല്ലേ? ഇങ്ങനെ നടന്ന ഒരു കൂട്ടൊക്കെ വേണ്ടേ പൊട്ടത്തേക്ക്? പേടിയാ. എന്തിന്? തിരിഞ്ഞെടുക്കുമ്പോ ബാക്കിൽ തൊലി അടഞ്ഞിട്ടെടുത്ത് ഫ്രൈ ചെയ്യാന്നുള്ള പേടിയാ. ഒരു പൊട്ടറ്റോനെ തന്നെ കണ്ടുപിടിക്ക്. പൊട്ടറ്റോളൊക്കെ മരിച്ചു. ഇതിനുള്ളിൽ ആകെ ആൺപൊട്ടറ്റോള് മാത്രല്ലേ ഉള്ളൂ, പെൺപൊട്ടറ്റോള് ഇല്ലല്ലോ. പെൺപൊട്ടറ്റോളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് പെൺപൊട്ടറ്റോ ക്യാരക്ടറായിട്ട് ആരില്ല. ശരി ശരി, സമ്മതിച്ചു. പാവം, ഒറ്റയ്ക്ക് ജീവിക്കാനോ. പല പൊട്ടറ്റോ ചോദിക്കണമെന്ന് തോന്നുന്നു. പൊട്ടറ്റോക്ക് എത്ര വയസ്സുണ്ട്? അത്ര പ്രായം എന്നാലും എത്ര വയസ്സുണ്ടെന്ന് പറയാം. അല്ല വീഡിയോ കണ്ടിട്ടില്ല? എങ്ങനെ? അല്ല വീഡിയോ കണ്ടിട്ടുണ്ടാ? കൊറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ വീഡിയോ കണ്ടോ? അപ്പൊ അറിയാൻ പറ്റും. അതിൽ പറഞ്ഞതിൽ പറയുന്നുണ്ട്. ഐശ്വര്യ വീഡിയോസിന്റെ റീച്ച് കൂട്ടാൻ വേണ്ടിട്ടാണോ, വ്യൂസ് കൂട്ടാൻ വേണ്ടിട്ടാണോ എന്നോടെല്ലാം കുത്തിരുന്ന് കാണാൻ പറയുന്നത്? ഞാൻ അങ്ങനെ ഒരു എന്താ പറയാ, ഇൻഫ്ലുവൻസേഴ്സിനെ ആരും ഫോളോ ചെയ്യാത്ത ഒരാളാ. ആകെ ഫോളോ ചെയ്യേണ്ടത് താങ്കളെ ഷസാമിനെ മാത്രാണ്. ഞാനും അതെ, ആരെയും ഫോളോ ചെയ്യാറില്ല, എന്നെ പോലും. എനിക്കന്ന് മെസ്സേജ് അയക്കുമ്പോ ഞാൻ വിചാരിച്ചില്ല എനിക്ക് റിപ്ലൈ വരുന്നുള്ളത്. റിപ്ലൈ കിട്ടിയാ? റിപ്ലൈ എന്നിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞ് ഇന്ന് ഇതിന്റെ അകത്തായിരിക്കില്ല, വേറെ ഏതെങ്കിലും ഒന്നിന്റെ അകത്തായിരിക്കും കേറുണ്ടാവുക, എല്ലാ ദിവസവും ഒരേ ഇതിലല്ല കേറാന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുറച്ച് നാളായല്ലോ മെസ്സേജ് അയച്ചിട്ട്? കഴിഞ്ഞ കുറച്ചു നാളായില്ല, കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള അക്കൗണ്ട് തുടങ്ങിയിട്ട്. അപ്പൊ എനിക്ക് ഒരാഴ്ച കുറച്ച് നാളാ. ജനിച്ചിട്ട് അധികം നാളായിട്ടില്ലല്ലോ, കിഴങ്ങായിട്ട് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ. കുഴപ്പമില്ല, കിഴങ്ങിന്റെ വിളവെടുക്കണം എത്ര 3 മാസത്തിലെങ്ങാണ്ടാന്നാണ് എന്റെ ഒരു അറിവ്. 3 മാസം 6 മാസം കൊണ്ടാണ് കിഴങ്ങിന്റെ വിളവെടുക്കാറ്. ഈ കിഴങ്ങ് അങ്ങനെ മരിക്കൂല, ഈ കിഴങ്ങ് ഇമ്മോർട്ടലാ. അവസാനം മരവിച്ച് ദേഹത്ത് മൊത്തം മറ്റേ പച്ച കളറൊക്കെ വന്ന് അതുണ്ട് എന്റെ അതുകൊണ്ട്. പക്ഷെ ഇടാറില്ല, ഇട്ട ഞാൻ പിള്ളേരോടും അത് കാരണം ഇടാറില്ല. ഒന്നും ഇല്ല, ഞാൻ കാണട്ടെ.
ഉണ്ട്. സെറ്റ് ചെയ്തിട്ടില്ല. അതിന് കുറെ പണിയുണ്ട് കുട്ടി. അത് ശരി. എന്റെ ഇനി ഓൾമോസ്റ്റ് ഒരു 40 സംതിങ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാത്തുണ്ട്. നൈസ്. സൂപ്പർ അല്ലേ? ആരൊക്കെ എന്തൊക്കെ സ്പൈഡർമാൻ വേറെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ? സ്പൈഡർമാൻ ഉണ്ട്, ഡെഡ്പൂൾ ഉണ്ട്, റോബോകോപ്പ് ഉണ്ട്, ഡൈനസോർ ഉണ്ട്, ബോയ് ഫ്രണ്ട് ഉണ്ട്. എനിക്കറിയില്ല, എനിക്ക് ഇവരൊന്നും, എനിക്ക് ഈ DC മറ്റേ പിന്നെന്താണ്, പിന്നെന്തിട്ട് മാർവൽ ഇതൊന്നും എനിക്ക് ഐശോ ഇതാണ് പൊളി, ഇതെല്ലാം ഇറക്കണ്ട്, ഇതൊക്കെ സൂപ്പർ സാധനോ. പാമാലാകെ പോയി. സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നുമില്ല. എന്നെ പിടിക്കാൻ വയലന്റ് നരകത്തേക്ക് പോകേണ്ടത് സ്വർഗത്തിലേക്ക് എത്തി, ഒന്ന് വഴി മാറിപ്പോയി. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ട. പിന്നെ ഇങ്ങനത്തെ നിന്നെ പോലത്തെ ആൾക്കാരെ കിട്ടുമ്പോ നമ്മ ഫ്ലിപ്പ് അടിക്കും. സിക്സ് പാക്ക് കരിഞ്ഞു പോയതേ, അതാണ് ഏറ്റവും വലിയ സൂപ്പർ. ഗ്രിൽഡ് പൊട്ടാറ്റോ അല്ലേ ഇത്? പക്ഷെ അതുപോലെ ഉണ്ട്, പകുതി ഗ്രില്ലടിച്ച പോലെ ഉണ്ട്. ബ്രോ ഐ എം ഹീറ്റ് റെസിസ്റ്റന്റ്. അതെ, അത് ഏത് പൊട്ടറ്റോ അങ്ങനത്തെ പുതിയതായിട്ട് അവര് ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് ഇറക്കിയതല്ലേ? ചാത്തൻ പൊട്ടറ്റോ ആണ്. ഒന്നുമില്ല, ഒരറ്റ ചവിട്ടങ്ങട് നിന്ന് ഞാൻ പോരാ അവിടെ നിൽക്കും. പോണ്ട പോണ്ട, ഇങ്ങോട്ട് വാ, വിളങ്ങല്ലേ വിളങ്ങല്ലേ, ഇങ്ങോട്ട് വാങ്ങേ. പക്ഷെ വിളങ്ങല്ലേ പോവല്ലേ, ചുമ്മാ പറഞ്ഞല്ലേ, വരട്ടാൻ വേണ്ടി പറഞ്ഞല്ലേ, ഇങ്ങനെ പേടിക്കാൻ പാടുണ്ട്. പക്ഷെ എന്തെന്നാ അയ്യോ, ക്യൂട്ട് പൊട്ടേറ്റോ. എന്നാ ശരി, ഞാൻ പറയണില്ല ക്യൂട്ടെന്ന് പറയണില്ല. ക്യൂട്ടെന്ന് പറയുമ്പോ ഭയങ്കര നാണം വരുന്നുണ്ട്. എനിക്ക് വയ്യ, മുഖം ഇനി ബ്ലഷ് ചെയ്ത് മൊത്തം ചുമക്കും. ഇങ്ങനെ പുകഴ്ത്തണ കേൾക്കാൻ എന്ത് സുഖണ്ട് അല്ലേ? കുറച്ചേരം കൂടി ഇരുന്നു, കുഴപ്പമില്ല. വേണ്ടട്ടോ പ്ലീസ്, ചെയ്യരുത്. മരണം ഉറപ്പാണ്, പക്ഷെ എത്ര പ്രാവശ്യം മരിക്കുന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇതൊക്കെ ഞാൻ അറിഞ്ഞിരുന്ന കുറച്ചും കൂടി വൃത്തിയിലൊക്കെ ഇരുന്നേനെ. ഇതിപ്പോ മൊത്തത്തില് മേക്കപ്പ് ഇട്ടിട്ടോ, അത് നമുക്ക് കണക്കാക്കാം. സോറി, മേക്കപ്പ് ഉപയോഗിക്കാറില്ല, എന്താ ചെയ്യാ, ഞാൻ നാച്ചുറൽ വേണ്ടത്. കമാൻ, ഒറിജിനൽ മതി. കണ്ടില്ലേ കോളേജിൽ നിന്ന് വന്നിട്ട് ആയിരിക്കണ ഇരിപ്പ്. അല്ല, ഇനിയിപ്പൊ കുറച്ച് പേര് ഇത് കാണുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാ മതി. അതെ, കുറച്ച് പേര്, 1 ലക്ഷം പേര്, ചിലപ്പോ 2 ലക്ഷം, ചിലപ്പോ 3 ലക്ഷം, ചിലപ്പോ 4 ലക്ഷം. എന്നാ പിന്നെ 1 മില്യൺ അങ്ങനെ പറഞ്ഞാ പോരെ? 1 മില്യൺ ആയി കഴിഞ്ഞാ പിന്നെ എല്ലാരും കണ്ടു തുടങ്ങിക്കോളും. അപ്പൊ പിന്നെ എന്നെ കൊല്ലാനുള്ള എല്ലാവിധ വഴിയും. കുറച്ച് സെലിബ്രിറ്റീസും ഉണ്ട് ഇപ്പൊ, അപ്പൊ അവരും കണ്ടോളും. എങ്ങനെ? കുറച്ച് സെലിബ്രിറ്റീസും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഫോളോവേഴ്സിൽ. ചത്തു. പക്ഷെ തന്റെ സംസാരം നല്ല രസാട്ടോ കേക്കാൻ. തന്റെ സംസാരം അത്ര ഭയങ്കര സൂപ്പർ ഒന്നല്ല, കൊള്ളാതെ ഞാൻ പറഞ്ഞുള്ളൂ. നിന്നെ ഉറുമ്പ് അടിക്കോടി ഉറങ്ങുമ്പോ നോക്കിക്കോ. ചെന്നൈയിൽ ഉറുമ്പ് എങ്ങനെയാന്ന് അറിയില്ല, തമിഴില് പറഞ്ഞു മനസ്സിലാക്കണം എനിക്ക്. ഇത് വളർത്തുണ്ടോ അവിടെ? ഷുട്ടാമണിന് വേണ്ടി ഷുട്ടാമണി ഇങ്ങോട്ട് ഒരു പൊട്ടറ്റോനെ കാണിച്ചെടുക്കട്ടെ. എന്തൊക്കെ കഷ്ടപ്പാടാ. തന്റെ അതേ രൂപത്തിലിരിക്കുന്ന ഒരു കിവി ഇവിടെ ഇരിക്കുന്നുണ്ട്. തന്നെ കണ്ട ശരിക്കും പൊട്ടറ്റോ പോലെയല്ലേ, ഒരു ക്യാപ്സ്യൂള് പോലെ. അത് ഒരു കിവിയുടെ ഒക്കെ ഒരു ഷേപ്പ്. ജിമ്മിലൊക്കെ പോയി കഷ്ടപ്പെട്ടിട്ട് വയ്ക്കുന്ന മസിലിടാൻ മറന്നു, സോറി.
ഒയ്യോ സെറ്റ് അല്ലേ? പൊളി എന്നെ. നാളെ നീ ലോങ് വീഡിയോ ആയിട്ട് ഇറങ്ങും, നോക്കിക്കോ. അയ്യോ വേണ്ടടാ പ്ലീസ്, അങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. എനിക്ക് അവസാനം എന്റെ കല്യാണമൊക്കെ നടക്കാണ്ടാവരുത് കേട്ടോ. എന്റെ കല്യാണം ഒന്നും മുടക്കരുത്. അതിനുള്ള കണ്ടന്റ് നീ തന്നിട്ടില്ലേ, പേടിക്കണ്ട. പക്ഷെ എന്നാലും ഒരു ലോങ് വീഡിയോക്കുള്ളതുണ്ട്. അങ്ങനെ പറയരുത് കേട്ടോ. എന്ത് സ്വഭാവമാണ് 23 മിനിറ്റ് ആയിട്ട് എന്നെ ഫ്രൈ ചെയ്യുന്നതും കൊല്ലണതും പീഡിപ്പിക്കണതും കാര്യമാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. പിന്നെ നിന്നെ ഫേമസ് ആക്കണ്ടേ? ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യും. പൊട്ടറ്റോ എന്റെ ഇത് വീഡിയോസ് ഒന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പൊട്ടറ്റോക്ക് നല്ല അടിപൊളി ഗിഫ്റ്റ് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് എന്നിട്ടാ കസ്റ്റമൈസ് ചെയ്യാൻ ഞാൻ പെയിന്റ് ചെയ്ത് തരാം. പെയിന്റ് ചെയ്ത് തരാം. കുഴപ്പമില്ല, കുറെ പെയിന്റേഴ്സ് ഉണ്ട്, ഞാൻ ഇട്ടോളാം, വീഡിയോ ഇട്ടോളാം. അവിടുന്നും പോയല്ലോ അത്. ഒരു കാര്യം ചെയ്യും, വീഡിയോ ഒരു 100K മേലെ അടിച്ചു കഴിഞ്ഞാൽ നീ എനിക്ക് വരച്ച. അത് വേണ്ട, നീ വീഡിയോ ഇടാണ്ടിരിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറയണേ. എന്നാ വീഡിയോ 100K അടിച്ചില്ലെങ്കിൽ എനിക്ക് വരച്ച. അത് വേണ്ട, വീഡിയോ വേണ്ട. അത് പറ്റില്ല, അത് ഒഴിവാക്കാൻ പറ്റില്ല. അതെന്താ വെച്ചാല് നീ വാ തുറന്നു, നീ കണ്ടന്റ് ആയി, ഇനി നമുക്ക് ഒഴിവാക്കാനുള്ള നീ 2 പ്രാവശ്യം ആലോചിക്കണം. എന്തിനാണാവോ ദൈവം ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറിയെന്ന്. ഞങ്ങളെ കാണാൻ വേണ്ടിട്ടാ കേറിയത്. എന്നാലും എനിക്ക് ബോധമുണ്ടായിരുന്നു ഇത് കണ്ടന്റ് ആവുന്നുള്ളത്. പക്ഷെ കണ്ടന്റ് ഞാൻ അതും മറന്നുപോയി. ഇതിപ്പോ ഇപ്പൊ തന്നെ ഇറങ്ങും, ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ നിന്റെ ഇപ്പൊ വീഡിയോ ഇറങ്ങും, ഷോർട്ട് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് നാളേക്ക് യൂട്യൂബിൽ ഇറക്കാം. ചെയ്യാൻ പാടുണ്ടോ? നല്ല പ്രവൃത്തിയാണോ? എന്നാ ഞാൻ എന്തായാലും കണ്ടന്റ് ആയിരിക്കണം. ഇനി ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങിന്റെ കുറച്ച് റെസിപ്പിയും കൂടി പറഞ്ഞുതരാം എല്ലാവർക്കും. അതും കൂടെ ഇറക്കിക്കോ. ട്രോമറ്റൈസ് ചെയ്ത് ഞാൻ ഇപ്പൊ റെഡി ആക്കി തരാം. റെഡി അല്ലേ? അല്ല വേണ്ട വേണ്ട വേണ്ടാത്തോണ്ടാ. ഞാൻ ഇനി താങ്കൾക്ക് ഉണ്ടാവാൻ പോണ ബേബീസിനെ വെച്ചിട്ട് വേണമെങ്കിൽ റെസിപ്പി പറഞ്ഞുതരാം. ബേബി പൊട്ടേറ്റോസ്. പെൻ പൊട്ടേറ്റോസ് ഇല്ലല്ലോ അതിന്. അതറിയില്ല. പൊട്ടറ്റോക്ക് പെണ്ണ് വേണമെന്നും വേണമെന്നില്ല. ഞാനാ ടൈപ്പല്ല. നോ, താനല്ലേ ഏതൊക്കെ ആളുകൾക്കൊക്കെ ഉമ്മടുത്ത് വെച്ചിട്ട് ആ ടൈപ്പാണോ? ഞാൻ മണ്ണിനും കൊടുക്കും, കണ്ടില്ലേ? ഞാനാ ടൈപ്പാ പോണം. അല്ല, ബയോളജിക്കലി സ്പീക്കിംഗ് പൊട്ടാറ്റോ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ജസ്റ്റ് ആ പുറത്ത് വരുന്ന മുളച്ചൊരു ചെറിയൊരു കഷ്ണം മതിയല്ലോ. നെറ്റിൽ നടക്കണ്ട കേട്ടോ. പൊട്ടറ്റോനെ കുറിച്ച് ഇത്രയും റിസർച്ച് ചെയ്ത്, അതാണ് എന്റെ ചോദ്യം. ഞാൻ പൊട്ടറ്റോനെ പറ്റിയല്ല, പക്ഷെ പഠിക്കാനുണ്ടായിരുന്നുകൊണ്ട്, പഠിച്ചതുകൊണ്ട്, കുറച്ചധികം പഠിച്ചു പോയതുകൊണ്ട് നമ്മൾ അറിവ് നമ്മൾ മാക്സിമം ഷെയർ ചെയ്യട്ടെ. മനസ്സിലാവണ്ടെങ്കിൽ മണ്ണരൊക്കെ ഉണ്ടോ അവിടെ? അതിനെ പിടിച്ച് അതും ഫ്രൈ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? ഇല്ലല്ല, ചുമ്മാ വെച്ചതാ. മണ്ണരൊക്കെ ഉണ്ടോ? ഉരുളക്കിഴങ്ങിന് രക്ഷയില്ല, മണ്ണരേനെ വിടൂല. എന്ത് മനുഷ്യനാണ്ടോ? ഞാൻ മണ്ണരെ മാത്രം, ഞാൻ എലീനെ വിടാറില്ല. ഒക്കത്തിനെ പിടിച്ച് കൊന്ന് തീരുമാനിച്ചേ. സാമദ്രോഹി. അങ്ങനല്ല, നമ്മള് റിസർച്ചിന്റെ ഭാഗമായിട്ട് മനുഷ്യനെ പിടിച്ച് കൊന്നിട്ട് അതിന്റെ കിഡ്നി ലിവർ ഒന്നും എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പാരസൈറ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എലീനെ പിടിക്കുന്നു. കൊലപാതകം അതന്നെ ഹോബി. മനുഷ്യനെ കൊല്ലാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളുടെ ഉള്ളിലത്തെ ആ ക്രൂരമായിട്ടുള്ള ഒരു സാധനം നമ്മള് എലിയില് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ തീർക്കുക. സൈക്കോ സിംപ്ലി. ദൈവമേ, ഇതൊക്കെ എത്ര മനുഷ്യന്മാര് കാണും. 2 ലക്ഷം പറയും. നമുക്ക് ശ്രമിക്കാം. ഞാൻ മാക്സിമം ബൂസ്റ്റ് ചെയ്ത് തരാം.
അങ്ങനെ വേണ്ട, എനിക്ക് ഫേമസ് ആവണ്ട. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും മിനിമം ഒരു 20,000 പേര് കാണും എന്തായാലും. അത് മിനിമം ഗ്യാരണ്ടി. പിന്നെ ഒരു 50,000 ഒക്കെ ആവറേജ്. പിന്നെ നല്ലോണം പോവാൻ ഹാർട്ട് അറ്റാക്ക് വരുള്ള മനുഷ്യന്. പിന്നെ എവിടെ എലീനെ കൊല്ലണത്, എലീനെയും ഇതിനൊക്കെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കും. എന്നിട്ട് അവള് ഹാർട്ട് അറ്റാക്ക് എനിക്ക് എന്നിട്ട് നീ ഇങ്ങനെ ഒന്നും പണയണ്ട, നീ കണ്ടന്റ് ആയി. പറയരുത്, എന്തൊരു കഷ്ടം. ഒരു 1/2 മണിക്കൂർ നിൽക്കാന്നോ ഞാൻ അല്ല, ഒന്ന് ആലോചിച്ചൊക്കെ, നല്ല ഭംഗിയുള്ള നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കണ്ടന്റ് ആക്കുമ്പോ അത് കുറച്ചും കൂടെ റീച്ച് കിട്ടൂലേ? ഒരു കൊലപാതകിനെ കണ്ടുപിടിച്ചു പറഞ്ഞിട്ട് റീച്ച് കിട്ടണം മതി എനിക്ക്. എക്സ്പോസിംഗ് ദ ട്രൂത്ത് അബൌട്ട് നാളെ ഇനി എന്നെ അന്വേഷിച്ചിട്ട് ഇവിടെ പോലീസുകാർ വരുമോ? കൊഴപ്പില്ല, പിന്നെ ഇല്ലീഗലി ഒന്നും ചെയ്യാത്ത മാസ് മർഡർ ഓഫ് എലീസ്. എത്തിക്കലിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം, അതുകൊണ്ടാണ് കുഴപ്പമില്ല. കേട്ടിട്ട് മൊത്തം അൺഎത്തിക്കലായിട്ടാ തോന്നണേ. എത്തിക്കലായിട്ട് ഞാൻ എല്ലാം എത്തിക്കല. പക്ഷെ ഈ അടുത്തൊന്നും ഞാൻ വെളിയിൽ വന്നിട്ടില്ല കേട്ടോ, കൊറേ കാലായി. കൊന്നുണ്ടാവും ഏകദേശം? എത്ര എണ്ണത്തിന് ഏകദേശം കൊന്നുണ്ടാവും? 3 എണ്ണത്തിന് വന്നിട്ടുള്ളൂ. ഇനി എത്ര എണ്ണാണ് എന്റെ ലൈഫിൽ, എന്റെ കരിയർ ലൈഫിൽ ഞാൻ ഇനി കൊല്ലാൻ എടുക്കണേന്ന് അറിയാം. സ്വാഭാവികം, വെരി നാച്ചുറൽ. നമുക്ക് നോക്കാം. എല്ലാം മൊത്തം ഇറക്കരുത് കേട്ടോ പ്ലീസ്, മൊത്തം ഇറക്കരുത്. എവിടെയെങ്കിലും ഏതെങ്കിലും. ഞാൻ 22 മിനിറ്റിൽ നിനക്ക് വാണിങ് തന്നതാ, ഇപ്പൊ 30 മിനിറ്റ് ആവാറായി. അമ്മേ, ഇത്ര നേരം ഞാൻ വർത്താനം പറഞ്ഞു. ഈശ്വര, 29 മിനിറ്റ് 21 സെക്കൻഡ്. അപ്പൊ നമുക്ക് നിർത്തല്ലേ, നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. 2 മണിക്കൂറിന്റെ വീഡിയോ ഒപ്പിച്ചിട്ട് പോയാ പോരെ? വേണ്ട, ഞാൻ വർത്താനം പറഞ്ഞോണ്ടിരിക്കും. വേണ്ട, അതായിരിക്കും നല്ലത്. വേണ്ട, നിർത്തതായിരിക്കും നല്ലത്. എടാ എനിക്കൊരു 1/2 മണിക്കൂർ വരും. ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇട്ടോട്ടെ. 1/2 മണിക്കൂർ വേണ്ട പ്ലീസ്. നല്ല പൊട്ടിട്ടല്ലേ, സ്നേഹമുള്ള പൊട്ടിട്ടല്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള പൊട്ടിട്ടല്ലേ. പറഞ്ഞിട്ട് കാറില്ലേ, നീ എന്നെ ഫ്രൈ ചെയ്യുന്ന പറഞ്ഞല്ലേ, ഇനി നിനക്ക് രക്ഷയില്ലടാ. നമുക്ക് ഹ്യൂമൻസിനെ എങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന കാണിച്ചു തരാം ഞാൻ. ദൈവമേ, ഞാൻ എലിനെ കൊള്ളണമെന്ന് എടുത്തിട്ടുണ്ട്. സൈക്കോ സൈഡ് പുറത്തേക്ക് എടുക്കില്ല. ഞാൻ അങ്ങനെ ചെയ്യോ? നീ അത് ചെയ്യും. അത് ലാസ്റ്റ് എല്ലാവരോടും പറയാറില്ല, പക്ഷെ ഞാൻ നിന്നോട് പറയാം, ഞാനത് ചെയ്യും. വിഷമിപ്പിച്ചു. ഞാൻ കുട്ടികളോടൊക്കെ പറയും, കുട്ടികളെ ഈ പൊട്ടറ്റോ ചേട്ടൻ നല്ല ചേട്ടനൊന്നും അല്ല, ചേട്ടൻ ഭയങ്കര ക്രൂരനാണ്. അത് കുഴപ്പമില്ല, ഇത് കണ്ടിട്ട് നിന്നെ ആരെങ്കിലും വിശ്വസിക്കോ എന്നുള്ളത് നീ ആദ്യം നോക്ക്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ? ഞാൻ എന്തൊക്കെ അപരാധങ്ങൾ വിളിച്ചു പറഞ്ഞു. നീയും ഒരു അപരാധമാണ്, വിളിച്ചു പറഞ്ഞത് വേറെ. അത് മനസ്സിലാക്കൂ നീ. ആൾക്കാർ വിചാരിക്കുന്നു ഈശ്വര ഇതുപോലത്തെ ഒരു ജന്മം, ഇങ്ങനത്തെ പല ജന്മങ്ങൾ ഈ നാട്ടിലുണ്ടോന്ന്. കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല. അത് ഏകദേശം തീരുമാനം. കഴിക്കൊന്നുമില്ല, ആഗ്രഹമുണ്ട്. അപ്പൊ അതെന്തായാലും തീരുമാനം. സൈക്കോനെ ആരെങ്കിലും കെട്ടുവോ? ഇല്ല, എനിക്ക് ശരിക്കും അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഹൈപ്പർ ആകുമ്പോ മാത്രമേ ഇല്ല, ഹൈപ്പർ അല്ലാത്ത സമയം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ കണ്ടപ്പോഴും ഇങ്ങനെ ഹൈപ്പർ ആയിരുന്നു. മഴയുള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും അങ്ങനല്ല, ഹൈപ്പർ അല്ലാത്ത കുറെ സമയങ്ങളൊക്കെ ഉണ്ട് ശരിക്കും. അപ്പൊ ഞാൻ പോയിട്ട് നിന്നെ എഡിറ്റ് ചെയ്യട്ടെ, ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ നീ അപ്പൊ അത് ബാക്കി നോക്കാൻ വേണ്ടിട്ട് ഐഡിയ ഒന്നും അയച്ചിട്ട് ഞാൻ നിന്നെ ടാഗ് ചെയ്തിട്ടിടാം. അതിന്റെ അക്കൗണ്ട് അറിയില്ലല്ലോ. നീ മെസ്സേജ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ, കണ്ടുപിടിക്കാം. അതെന്താ കണ്ടന്റ് എന്ന് കൂടെ നീ പറഞ്ഞിട്ടുണ്ട്, അത് റെക്കോർഡഡ് ആണ്, അപ്പൊ എന്തായാലും കണ്ടുപിടിക്കാം. എന്തിന്റെ കുറവായിരുന്നു എനിക്ക് സന്തോഷം നോക്കിക്കാ. എത്ര ഞാൻ കുറച്ചേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറാണ്ട്, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് ഇപ്പാണ് കണ്ടന്റ് കിട്ടിയത്. പിന്നെ സന്തോഷിക്കണ്ടേ? താങ്ക്സ്, ലോട്ട്സ് ഓഫ് ലവ് ഫോർ യു. ഉരുളക്കിഴങ്ങിനെ വെറുതെ വിടറി.
എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ആണ് പെണ്ണ് ഉരുളക്കിഴങ്ങ് എലി പൂച്ച എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ട ഞാൻ കൊടുക്കും. പ്രകൃതി വിരുദ്ധ. ഓ നോ. എന്തൊക്കെ കണ്ടന്റ്, പല ടൈപ്പ് കണ്ടന്റ്. സൈക്കോ കണ്ടന്റ്, പ്രകൃതി വിരുദ്ധ കണ്ടന്റ്. വാവ്, ബ്യൂട്ടിഫുൾ. സേവ്ഡ്. സേവ് ചെയ്ത് ഞാൻ തന്നെ എന്റെ കുഴി ഞാൻ തന്നെ കുഴിച്ചിട്ടുണ്ട്. നീ കുഴിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പാതാളമാണ് ഉണ്ടാക്കിയത്. സാധാരണ മനുഷ്യന്മാര് നാട്ടിക്ക് പോവാത്തോണ്ട് കുഴപ്പമില്ല. അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. എനിക്ക് പോകേണ്ടി വരില്ല. ഇനിയിപ്പോ ബാംഗ്ലൂർക്ക് മെസ്സേജ് ആയിട്ട് വന്നോളൂ. കുറെ ആൾക്കാർ ലിങ്ക് അയച്ചു. ഇനിയിപ്പോ ഇത് നീയല്ലേ? മൊത്തം ഏന്ന് പറഞ്ഞാ മതി. അതെന്റെ ഈ വീഡിയോ ശരിയാ. പക്ഷെ സൈക്കോ സ്വഭാവം കറക്റ്റ് കിട്ടിയെന്ന് പറയുമ്പോഴേ അവര് വിശ്വസിക്കൂല. ഇല്ല, അവർക്ക് സൈക്കോ സ്വഭാവം അറിയില്ല. അതാണ് സൈക്കോ സ്വഭാവം തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. ചെന്നൈക്ക് വന്നതിന് ശേഷം സൈക്കോ ആവാൻ തുടങ്ങിയത്. റീസെന്റ്ലി പ്രൊമോട്ടഡ് ടു സൈക്കോപാത്ത്. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഒരു അരമണിക്കൂറുടെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ ചെയ്യും. ശരിടാ, ബൈഡാ. ഇനി ഞാൻ കാണാണ്ടിരിക്കാൻ നോക്കാം, കാണാതിരിക്കാതിരിക്കാൻ നോക്കാം. ഗുഡ് ലക്ക്. ആരെങ്കിലും ഒക്കെ നിനക്ക് ഷെയർ ചെയ്യും. നീ പേടിക്കണ്ട, കിട്ടും നിനക്കത്. നെഞ്ചുവേദന എടുക്കും എനിക്ക്. ശരിടാ, ബൈഡാ. ബൈഡാ.